നമസ്കാരം. ശ്രീ ദീപത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ നായർ. നമുക്കിന്ന് തുലാം, വൃശ്ചികം രാശിക്കാരുടെ കർക്കിടകം രാശിയിലെ വ്യാഴത്തിൻ്റെ ഗോചരത്തെക്കുറിച്ച് ചിന്തിക്കാം. ഗുരു ജൂൺ 2 തീയതി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ചു. ജൂൺ 2 തീയതി മുതൽ ഒക്ടോബർ 31 വരെയും അതിനുശേഷം ചിങ്ങം രാശിയിൽ പ്രവേശിച്ച് തിരിച്ച് വക്രത്തിൽ കർക്കിടകത്തിൽ വന്ന് ജനുവരി 2027 മുതൽ ജൂൺ വരെ കർക്കിടകം രാശിയിലാണ് ഗുരു ഗോചരം ചെയ്യുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത് 3ഉം 6ഉം ഭാവാധിപനാണ്. 10ൽ കർക്കിടകം രാശിയിൽ ഉച്ചനാകുന്നു. 2, 4, 6 ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നു. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദങ്ങൾ ഇവയാണ്. ഇവിടെ 2 ഉപജയഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ഗുരു മറ്റൊരു ഉപജയഭാവത്തിൽ വരുന്നു എന്നുള്ളതാണ്. 3, 6 ഭാവാധിപൻ 10ൽ വരുന്നു. ഇവിടെ ഇത് അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതായ സമയമാണ്. പക്ഷെ ഇത് 3ഉം 6ഉം ഭാവാധിപനാണ്. അതുകൊണ്ട് വർക്കിൽ സ്ട്രെസ് ഉണ്ടാകുന്നതായ ഒരു സമയമായിരിക്കും. കൂടുതൽ ഹാർഡ് വർക്ക് ആവശ്യമായിട്ട് വരും. ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ടുണ്ടാവാം. അതേപോലെ ഓഫീസിൽ ചില ഓഫീസ് പൊളിറ്റിക്സ് സാധ്യത നമുക്ക് ചിന്തിക്കാം. ചില കോമ്പറ്റീഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. പക്ഷേ അതിലൊക്കെ ഇവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ചെയ്യുന്ന ജോലിക്ക് അംഗീകാരം കിട്ടാതിരുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ അത് ചെയ്യുന്ന ജോലികൾക്ക് അംഗീകാരം കിട്ടുന്ന അവസ്ഥ ആണ് എന്നുള്ളതാണ്. അതേപോലെ മെഡിക്കൽ ഫീൽഡ്, സേവന മേഖലകളിൽ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ബാങ്കിങ്, ഫൈനാൻസ്, നിയമം എന്നീ മേഖലകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത് അനുകൂലമായിട്ടുള്ള ഒരു ഗോചരമാണ് എന്ന് പറയാം. ഇത്തരം മേഖലകളിലേക്ക് ജോലിക്ക് ട്രൈ ചെയ്യുന്ന ആളുകൾക്കും ലഭിക്കാനായിട്ട് സാധ്യത നമുക്ക് ചിന്തിക്കാം. പിന്നെ കോമ്പറ്റീറ്റീവ് എക്സാം ഒക്കെ എഴുതുന്ന ആളുകൾക്ക് വിജയ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ചിന്തിക്കാം. കൊഴുപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഫാറ്റി ലിവർ, അതേപോലെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കാലിന് പ്രശ്നം, ഇത്തരത്തിലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്കിവിടെ സാധ്യത ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ലോണിനൊക്കെ ട്രൈ ചെയ്തിട്ട് മുടക്കം വന്നിരുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെ 6ൽ ശനി ഗോചരം ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഇനി കിട്ടാനുള്ളതായ തടസ്സം മാറി അതൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ലോൺ എടുക്കേണ്ടതായ ചില സാഹചര്യവും നമുക്ക് വന്നേക്കാം. ഇവിടെ 3, 6 ഭാവാധിപൻ 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്, വാഹനം പോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് അനുകൂലമായിട്ടുള്ള സമയം എന്ന് ചിന്തിക്കാം. വാങ്ങാനായിട്ട് സാധിക്കും. അത് മേ ബി ലോണിലൂടെ ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതേപോലെ വെഹിക്കിൾ സർവീസിങ്, ഇപ്പോൾ വണ്ടി വാങ്ങുന്ന അല്ലാന്നുണ്ടെങ്കിൽ വാഹനങ്ങൾക്ക് കൂടെ സർവീസിങ് വേണ്ടതായ ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളതുകൊണ്ട്. അതേപോലെ പ്രോപ്പർട്ടിയൊക്കെ വിൽക്കാനായിട്ട് നോക്കുന്ന ആളുകൾക്ക് അത് ലാഭത്തിൽ വിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത ചിന്തിക്കാനായിട്ട് സാധിക്കും. മെഡിക്കൽ, നിയമ മേഖലകളിലൊക്കെ വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നുള്ളതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഫലം ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പഠനത്തിനുള്ള സ്കോളർഷിപ്പുകൾ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാനായിട്ട് സാധ്യത. അതേപോലെ ഈ ഭവന പദ്ധതികളിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതൊക്കെ സാങ്ഷൻ കിട്ടുന്നതായ, നമുക്ക് അതിൻ്റെ അപ്രൂവലൊക്കെ കിട്ടുന്നതായ ഒരു സമയമായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇതാണ് തുലാക്കൂറുകാർക്കുള്ള പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വൃശ്ചികം രാശിക്കാരുടെ ഗോചരഫലം ചിന്തിക്കാം. വൃശ്ചികത്തിന് 2ഉം 5ഉം ഭാവാധിപനാണ്. 9ൽ വരുന്നു. ലഗ്നത്തിലേക്കും 3, 5 ഭാവങ്ങളിലേക്കും ദൃഷ്ടി വരുന്നുണ്ട്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം മറഞ്ഞു നിന്ന ഒരു സമയമായിരുന്നു. 8ൽ ഗുരു ഗോചരം ചെയ്യുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അത് മാറി ഇപ്പോൾ 9ലേക്ക് വരുന്നു, ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ കാര്യതടസ്സങ്ങളൊക്കെ മാറി ഭാഗ്യ അഭിവൃദ്ധി ഉണ്ടാകുന്നതായ ഒരു സമയമാണ് എന്ന് പറയാം. ഭാഗ്യസ്ഥാനത്ത് ഉച്ചനായിട്ട് ഗുരു വരുന്നു. അതേപോലെ 2ാം ഭാവാധിപനാണ് ഇവിടെ ഭാഗ്യസ്ഥാനത്ത് ഉച്ചനാകുന്നത്. അതുകൊണ്ട് നമുക്ക് സാമ്പത്തിക പുരോഗതി ചിന്തിക്കാനായിട്ട് സാധിക്കും. അതേപോലെ പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കും.
ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിജയം ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ്. നല്ല ഗുരുക്കന്മാരെ ലഭിക്കാനായിട്ട് സാധ്യതയുള്ള സമയമാണെന്ന് പറയാം. ദീക്ഷയൊക്കെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അനുയോജ്യമായിട്ടുള്ള സമയമാണ് എന്നുള്ളതാണ്. 5ാം ഭാവാധിപനൊക്കെ 9-ൽ ഉച്ചനായിട്ട് നിൽക്കുന്ന സമയം. അതേപോലെ തീർത്ഥയാത്രകൾക്കുള്ള സാധ്യത നമുക്ക് ചിന്തിക്കാം. റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുള്ളതായ സാധ്യത ചിന്തിക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും സെൽഫ് ഡെവലപ്മെൻറ്റിനും അനുയോജ്യമായിട്ടുള്ള സമയമാണ് എന്നുള്ളതാണ്. കാരണം 5ാം ഭാവാധിപൻ 9-ൽ നിന്ന് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതായ കഴിവുകൾ ഉപയോഗിക്കുക, നമ്മുടെ ഇൻ്റലിജൻസ് ഒക്കെ വർക്കാവുന്നതായ ഒരു സമയം എന്ന് പറയാം. അതേപോലെ 3-ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, സെയിൽസ് മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ്, മെൻറ്റേഴ്സ്, ഫിലോസഫേഴ്സ്, ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത് എന്ന് ചിന്തിക്കാം. പിന്നെ 5ാം ഭാവത്തിലേക്കും ദൃഷ്ടി വരുന്നുണ്ട്. സന്താന ലാഭം ചിന്തിക്കാൻ പറ്റുന്നതായ സമയമാണ്. സന്താനങ്ങൾക്ക് ഭാഗ്യ അഭിവൃദ്ധി ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ നമ്മുടെ കുട്ടികൾ വിദേശത്തൊക്കെ പഠിക്കാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് ചിന്തിക്കാം. 5th ലോർഡ് ലഗ്നത്തിലേക്കും ദൃഷ്ടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രണയബന്ധങ്ങൾക്കും അവിടെ സാധ്യത ചിന്തിക്കാം. അത് ജെന്യൂൻ ആയിട്ടുള്ളതാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതാണ് വൃശ്ചികക്കൂറുകാർക്ക് പൊതുവായിട്ടുള്ളതായ വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലെ ഗോചരഫലം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ധനു ലഗ്നത്തിൻ്റെ ഗോചരഫലവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.